ട്രേഡ് ആൻഡ് താരിഫ് എഗ്രിമെൻറ്റുകൾ പുനഃപരിശോധിക്കുക, അതും ചൈന, കാനഡ, മെക്സിക്കോ ഈ രാജ്യങ്ങളുമായിട്ടുള്ള ട്രേഡ് ആൻഡ് താരിഫ് എഗ്രിമെൻറ്റുകൾ പുനഃപരിശോധിക്കുന്നത് സംബന്ധിച്ച് ആലോചിക്കാനാണ് അദ്ദേഹം നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിൽ കാനഡയുടെ കാര്യത്തിൽ ഇറക്കുമതി ചുങ്കം 25% വർദ്ധിപ്പിക്കുന്നത് പരിഗണിക്കണം എന്നുള്ളൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നു. ചൈനയുടെ കാര്യത്തിൽ അത്രയും ഒരു നിർദ്ദേശം നൽകിയിട്ടില്ല. പക്ഷേ നമ്മളവിടെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, അധികാരമേറ്റതിൻ്റെ തൊട്ട് പുറകെ ചൈനയെ പോലെ ഒരു രാജ്യത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം വളരെ കർക്കശമായ നിലപാടെടുക്കുന്നു എന്നുള്ളതാണ്. ഇത് ആഗോള രാഷ്ട്രീയത്തിൽ എങ്ങനെയായിരിക്കും സ്വാധീനം ചെലുത്തുക? അല്ല, ഇത് അതിനകത്ത് ചൈനയുടെ കാര്യത്തിൽ ഒരു ചെറിയ മാറ്റം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനുകളിൽ മൊത്തം അദ്ദേഹം പറഞ്ഞത് ചൈനയാണ് നമ്മുടെ ശത്രു, ചൈനയാണ് നമ്മളെ ഒരുപാട് ചൂഷണം ചെയ്യുന്നത്, അതുകൊണ്ട് ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് ഞാൻ 60% ചുങ്കം ഏർപ്പെടുത്തും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ അത്രയും 60% ചുങ്കത്തിന്റെ കണക്ക് ഇപ്പൊ അദ്ദേഹം പറയുന്നില്ല. ഒന്ന്. രണ്ട്, അദ്ദേഹം ഒരുപാട് നേതാക്കന്മാരെയൊന്നും അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിച്ചില്ല. ഇന്ത്യ ഉൾപ്പെടെയുള്ള പ്രധാനമന്ത്രിമാരെ അദ്ദേഹം ക്ഷണിച്ചില്ല. അദ്ദേഹം ക്ഷണിച്ചതിൽ ഒരാള് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ആണ്, നേരിട്ട് ക്ഷണിച്ചത്. എന്ന് മാത്രമല്ല, അദ്ദേഹം അധികാരം ഏറ്റെടുക്കുന്നതിന് മുമ്പ് ഷീ ജിൻപിങ്ങുമായിട്ട് ഫോണിൽ സംസാരിക്കുക ചെയ്തു. അധികാരം ഏറ്റെടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ചൈനയുടെ ടിക്ടോക്ക് എന്ന് പറയുന്നത് നിരോധിച്ചിരുന്നതിനെ പ്രവർത്തിക്കാൻ അനുവദിച്ചു. അപ്പൊ അതായത് ഞാൻ പറഞ്ഞു വരുന്നതിനകത്തുള്ള ഒരു കോൺട്രഡിക്ഷൻ, അതായത് ഒരേ സമയം അദ്ദേഹം ഇങ്ങനെ വലിയ വർത്തമാനം പറയുകയും അതേസമയം ഇങ്ങനെ ചില കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഒന്നാമത് പറഞ്ഞ കാര്യം. എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മളിപ്പോ പറയും, ഞാൻ അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന 2 കാര്യങ്ങളാണ്. ട്രംപിനെ വിശേഷിപ്പിക്കാൻ 2 തരത്തിൽ. ഒന്ന്, അദ്ദേഹം ഒരു ട്രാൻസാക്ഷനിസ്റ്റ് പ്രസിഡന്റ് ആണ്. ട്രാൻസാക്ഷനിസ്റ്റ് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ സ്വന്തം താല്പര്യങ്ങൾ, സ്വന്തം കാര്യം, സ്വന്തം രാഷ്ട്രത്തിന്റെ താല്പര്യങ്ങൾക്ക് മാത്രം, വേറൊരു രാജ്യവുമായിട്ടുള്ള ഇടപെടലിൽ സ്വന്തം രാജ്യങ്ങൾക്ക് സത്യത്തിന് മാത്രം താല്പര്യം കൊടുക്കുന്ന ഒരു പ്രസിഡന്റ് ആണ് എങ്കിൽ അദ്ദേഹത്തെ നമുക്ക് ട്രാൻസാക്ഷനിസ്റ്റ് പ്രസിഡന്റ് എന്ന് പറയാം. രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ സവിശേഷത, അദ്ദേഹം അൺപ്രഡിക്റ്റബിൾ ആണ്. അദ്ദേഹം പ്രവചിക്കാനാവില്ല. അദ്ദേഹം അടുത്ത തവണ എന്ത് ചെയ്യും എന്ന് പറയാൻ കഴിയില്ല. അപ്പൊ ആ തരത്തിലുള്ള ഒരു ഭരണാധികാരിയാണ് അദ്ദേഹം. അപ്പൊ അങ്ങനെയുള്ള ആള് ചിലപ്പോൾ ഇന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഗുണകരമാണ് എന്ന് തോന്നിയാൽ നാളെ മാറ്റാം. അപ്പൊ അങ്ങനെയുള്ള ഒരു തരത്തിലേക്ക് ഇപ്പൊ തന്നെ അമേരിക്കയും ചൈനയും നേതാക്കന്മാർ, ഇപ്പൊ ഷീ ജിൻപിങ്ങും ഡൊണാൾഡ് ട്രംപും തമ്മിൽ എത്രയും പെട്ടെന്ന് കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കവും നടക്കുന്നുണ്ടെന്നാണ് വാർത്തകൾ വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ശ്രീ രാജീവ് സൂചിപ്പിച്ചതുപോലെ അമേരിക്കയും ചൈനയും എന്ന് പറയുന്നത് ഒന്നാമത്തെയും രണ്ടാമത്തെയും സാമ്പത്തിക ശക്തികൾ മാത്രമല്ല, സൈനിക ശക്തികളും രാഷ്ട്രീയ ശക്തികളുമാണ്. അപ്പൊ ഈ 2 രാജ്യങ്ങളും തമ്മിൽ ഉണ്ടാകുന്ന പ്രശ്നം ഈ 2 രാജ്യങ്ങളിൽ ഒതുങ്ങി നിൽക്കത്തില്ല. എന്ന് മാത്രമല്ല, ഈ സപ്ലൈ ചെയിൻ എന്ന് പറയുന്ന ശൃംഖലയുടെ ഒരു വലിയ നിയന്ത്രണം ഇപ്പോഴും ഉള്ളത് ചൈനയ്ക്കാണ്. അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഒരു 1-2 പ്രഖ്യാപനങ്ങളിലൂടെയൊന്നും ഇത് പരിഹരിക്കാൻ കഴിയത്തില്ല. അത്രമാത്രം വലിയ ഡ്രാഗൺ കരങ്ങൾ പിടിച്ചു നിൽക്കുന്ന പോലെയാണ് ചൈനയുടെ കരങ്ങൾ ലോക വ്യാപാര മേഖലയിൽ പിടിച്ചു നിൽക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ഉൽപ്പന്നങ്ങളുടെ പുറത്ത് ചുങ്കം ഏർപ്പെടുത്തിയാൽ അതിന് ചൈനയ്ക്ക് ഓഫ് കോഴ്സ് പ്രശ്നമുണ്ട്. എന്നാൽ ഈ വില കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ വരുന്ന അതിനെ ആശ്രയിച്ച് നിൽക്കുന്ന ഒരു വലിയ ജനവിഭാഗം അവിടെ ഉണ്ട്. അപ്പൊ അവർക്കത് കിട്ടാതാവും മാത്രമല്ല, ഈ ചൈനയിൽ നിന്ന് വരുന്ന ഉൽപ്പന്നങ്ങളുടെ ബിസിനസ് നടത്തുന്ന ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകളുണ്ട്. അവർക്കത് ഇല്ലാതാവും. അപ്പൊ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് വില കൂടുമ്പം എന്താണ് അതിന് പ്രതിവിധി? അതിനെക്കുറിച്ചൊന്നും ചർച്ചയില്ല. അപ്പൊ അങ്ങനെയുള്ള ഇങ്ങനെ 2 വലിയ സമ്പന്ന രാജ്യങ്ങൾ തമ്മിലുള്ള പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അത് ലോക സമ്പദ് വ്യവസ്ഥയെയും ലോക രാഷ്ട്രീയ വ്യവസ്ഥയും അത് വളരെ ഗുരുതരമായി ബാധിക്കും. അപ്പൊ അങ്ങനെ ബാധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെന്താ പ്രതിവിധി? ആ പ്രതിവിധി എന്ന് പറഞ്ഞാൽ അതിനകത്തുനിന്ന് താഴേക്ക് വരിക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ചൈന അവരുടെ നയം വ്യക്തമായിട്ടുണ്ട്. ചൈന പറയുന്നത്, ഇപ്പൊ അവരുടെ വൈസ് പ്രസിഡന്റ് പോയി അമേരിക്കൻ വൈസ് പ്രസിഡന്റിനെ കണ്ടു, അവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ കണ്ട അവർ പറഞ്ഞത് 2 വലിയ രാജ്യങ്ങളാണിത്, നമുക്ക് 2 പേർക്കും സഹകരിച്ച് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട്, പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിച്ച് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു സന്ദേശമാണ് അവർ നൽകിയത്. അപ്പൊ അങ്ങനെയുള്ള ചൈനയെ സംബന്ധിച്ച് അവരൊരു കോൺഫ്രണ്ടേഷനിസ്റ്റ് നിലപാടല്ല എടുക്കുന്നത്. എന്നാൽ അമേരിക്ക ഇപ്പോൾ ട്രംപ് എടുത്തുകൊണ്ടിരിക്കുന്നത് ബൈഡന്റെ കാലത്തും ആ കോൺഫ്രണ്ടേഷനിസ്റ്റ് നിലപാട് തന്നെയാണ്. അതിന് കാരണമുണ്ട്. ചൈന നമുക്കറിയാം അമേരിക്കയുടെ മേധാവിത്വത്തെ രാഷ്ട്രീയ രംഗത്ത് വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ്. അതിനെ വളരാൻ അനുവദിച്ചാൽ അമേരിക്കയുടെ 1ാം സ്ഥാനം കൈവിട്ടു പോകും. അതുകൊണ്ട് ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ നമ്മുടെ ഈ ചിപ്പുകളുടെയൊക്കെ മേഖലയിലും സാമ്പത്തിക മേഖലയിലും ഒക്കെ പരമാവധി ഉപരോധങ്ങളും നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തി ചൈനയെ തടയുക എന്നുള്ള ലക്ഷ്യമാണ് അവിടെ ഉള്ളത്.